പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീട്ടുമുറ്റത്ത് ഈ 3 സസ്യങ്ങൾ അത് തനിയെ മുളച്ചു വരികയാണെങ്കിൽ ഒരു കാരണവശാലും അത് പിഴുതു മാറ്റരുത് എന്നുള്ളതാണ്. ഈ 3 സസ്യങ്ങൾ അതിൽ 1-2 സ്വാഭാവികമായിട്ട് മുളച്ചു വരുന്നതാണ്, ഒന്ന് വളരെ അപൂർവമായിട്ട് മുളച്ചു കിട്ടുന്നതുമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈശ്വരാധീനം വളരെ വർദ്ധിപ്പിക്കുന്ന ചെടികളാണ്. അപ്പോൾ നമുക്ക് ഭാഗ്യവും നമുക്ക് മേന്മയും എല്ലാം കൊണ്ടുവരുന്ന ഈ സസ്യങ്ങൾ അതിൻ്റെ സൂചകങ്ങളായിട്ട് നമ്മുടെ വീട്ടുമുറ്റത്ത് വളർന്നു വരുമ്പോൾ ഇതെന്തോ മോശം കാടാണ് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ വലിച്ചു പുഴുത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ടുന്ന നല്ലതായിട്ടുള്ള അനുഭവങ്ങളെ നഷ്ടപ്പെടും. പണ്ടത്തെ മുത്തശ്ശിമാരൊക്കെ പറയുന്ന കേട്ടിട്ടില്ലേ, മൂടെറിഞ്ഞ് കാട് പറിക്കണമെന്ന്. അതായത് നമ്മൾ കാടെന്ന് വിചാരിച്ച് പറിച്ചു കളയുന്ന ചില സസ്യങ്ങൾ നമ്മുടെ ജീവിതത്തിന് തന്നെ ഏറ്റവും മുതൽക്കൂട്ടായി മാറുന്ന ഒന്നായിരിക്കും. അപ്പം നമ്മുടെ വീട്ടുമുറ്റത്ത് ചില കളകൾ പോലെ മുളച്ചു വരുന്നതിൽ ഈ സസ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ കൃത്യമായ രീതിയിൽ പരിരക്ഷിക്കേണ്ടതുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മുതൽക്കൂട്ടായിട്ട് മാറുകയും ചെയ്യും. എന്നാൽ ഇതിനെക്കുറിച്ച് തിരിച്ചറിയാതെ നമ്മൾ ഇതിനെ പിഴുത് വലിച്ചെറിയുകയാണെങ്കിലോ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഈശ്വരവിലാസത്തെ നമ്മൾ നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. വളരെ നിസ്സാരമായിട്ട് തോന്നിക്കുന്ന ഇത്തരം ചെടികളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഊർജം വളരെ വലുതായിരിക്കും. നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഗുണങ്ങളായിരിക്കും അത് സമ്മാനിക്കുക എന്നും മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് ആ 3 ചെടികൾ ഏതാണെന്ന് മനസ്സിലാക്കാം. നമസ്കാരം, ഞാൻ RJ അയ്യർ, ഹരിചന്ദന മഠം. ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. ഇതിന്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ വീട്ടുമുറ്റത്ത് യഥാർത്ഥത്തിലെ വീടിന്റെ മുൻമുറ്റമുണ്ട്, പിൻമുറ്റമുണ്ട്, വശങ്ങളുമുണ്ട്. ഇതിൽ ഏതൊരു ഭാഗത്തായാലും നല്ല സസ്യങ്ങൾ മുളച്ചു വരുന്നത് ഗുണകരമാണ്. പക്ഷെ ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ വീടിന്റെ മുൻഭാഗത്തുള്ള മുൻമുറ്റത്ത് ഈ ചെടികൾ മുളച്ചു വന്നാൽ അതിനെ നമ്മൾ പിഴുത് മാറ്റാൻ പാടില്ല എന്നാണ്. പിന്നെ അത്രയ്ക്ക് അത് നശിച്ചു പോകുന്ന ഒരു ഘട്ടം ഉണ്ടെങ്കിൽ അത് പിഴുത് വീടിന്റെ മുൻഭാഗത്തൊരു ചെടിച്ചട്ടിയിലോ മറ്റോ മാറ്റി നടാം, അതിൽ തെറ്റില്ല. പക്ഷെ പിഴുത് ദൂരെ കളയരുത് എന്നുള്ളതാണ് സൂചകം. ആദ്യത്തേത് കറുകയാണ്. കറുകപ്പുല്ലിനെ കുറിച്ച് എല്ലാവർക്കും അറിയാലോ. കറുക എന്ന് പറഞ്ഞാൽ സൂര്യനാണ് അതിന്റെ ദേവത എന്ന് പറയുന്നുണ്ട്. സൂര്യൻ മാത്രമല്ല, അത് ബ്രഹ്മാവിന്റെ ശക്തിയും കൂടി ചേർന്നതാണെന്നും അറിയപ്പെടുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ ആരോഗ്യത്തിന്റെ നിദാനമാണ് സൂര്യന്റെ ശക്തിയുള്ള ഈ കറുക. അപ്പൊ ആ കറുകപ്പുല്ല് വീട്ടിന് മുന്നിൽ ഇങ്ങനെ മുളച്ചു വരുന്നത്, തനിയെ മുളച്ചു വരുന്നത് ആ വീട്ടിലെ ജീവൽ ശക്തിയെ വർദ്ധിപ്പിക്കും, ആയുർഗുണത്തെ പരിപോഷിപ്പിക്കും. അപ്പോൾ ഇങ്ങനെ മുളച്ചു വരുന്നത് ഭഗവാന്റെ നേർകടാക്ഷം കൊണ്ടാണ്. അപ്പൊ അതിങ്ങനെ മുളച്ചു വരുമ്പോൾ നമ്മൾ അതിനെ പിഴുതു മാറ്റിക്കളയുന്നത്, അതിനെ നശിപ്പിച്ച് കളയുന്നതല്ല, നമുക്ക് ലഭിക്കേണ്ടിയിരിക്കുന്ന ആയുർശക്തികളെ നഷ്ടപ്പെടുത്തുന്നതിന് തുല്യമാണ്. ഒരു കാരണവശാലും നമ്മൾ അതിനെ അങ്ങനെ പിഴുതു മാറ്റിക്കളയരുത്, അതിനെ വലിച്ചെറിഞ്ഞ് കളയരുത്. പകരം നമുക്ക് അതിനെ പിഴുതെടുത്ത് നമുക്കൊരു ചെടിച്ചട്ടിയിലോ മറ്റോ നേരത്തെ പറഞ്ഞ പോലെ മാറ്റി നടാം. ഇനി നമ്മൾ ചിലത് കൊണ്ടുവന്ന് നട്ടുപിടിപ്പിക്കും. ആ നട്ടുപിടിപ്പിക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്, ഇത് സ്വയം മുളച്ചു വരുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ പരിപോഷിപ്പിക്കുക, അവിടെ നിർത്തുക. ഇല്ലെങ്കിൽ പിഴുതൊന്ന് മാറ്റി അത് ഭക്തിപുരസരം എവിടെയെങ്കിലും ഒന്ന് നട്ട് വെക്കുക. അത് ഫ്രണ്ട് സൈഡിലായിരിക്കണം, മുൻവശത്ത് എവിടെയെങ്കിലും തന്നെ ആയിരിക്കണം. രണ്ടാമത്തത് തുളസിയാണ്. തുളസിയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നുള്ളത് തന്നെയാണ്. തുളസി അശുദ്ധമായിട്ടുള്ളിടത്തല്ല ഇത് മുളച്ചു വരും, അവിടെ ശുദ്ധീകരിക്കാനായിട്ട് മുളച്ചു വരും. ചില വീടിന്റെ മുറ്റങ്ങളിലൊക്കെ ഒരുപാട് തുളസി മുളച്ചിട്ട് കാട് പോലെ ആയി പോകാറുണ്ട്. അവർ പറയും, ഇത്രയും തുളസി മുളച്ചു വരുന്നു, ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ചോദിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ വിഷ്ണുവിന്റെയും അതുപോലെ മഹാലക്ഷ്മിയുടെയും സാന്നിധ്യം കൊണ്ടാണ് ഈ തുളസി വീട്ടുമുറ്റത്ത് ധാരാളമായിട്ട് മുളച്ചു വരുന്നത്. വളരെ നല്ലതാണ് തുളസി. നമുക്ക് പക്ഷേ ഒരു വീട്ടുമുറ്റത്ത് മുഴുക്കെ തുളസി നിറഞ്ഞു പോയാൽ എന്ത് ചെയ്യും? നമ്മൾ അതിനെ പിഴുത് മാറ്റി ഏതെങ്കിലും ഭാഗത്തേക്ക് നടേണ്ടി വരും. അതെ, വീടിന്റെ അതിരുകളിൽ മുൻവശത്തെ ഏതെങ്കിലും ഭാഗത്തൊക്കെ നമുക്ക് ഈ തുളസിയെ പിഴുത് നട്ടുവെക്കാം. പക്ഷെ ഒരിക്കലും ഇതിനെ നശിപ്പിച്ച് കളയരുത്. ഒരിക്കലും അതിനെ പിഴുത് ചില പുല്ലുകളൊക്കെ വളർന്നു വരുമ്പോൾ അതിനോടൊപ്പം വലിച്ചു പിഴുത് ദൂരെ എറിയുന്നതൊക്കെ കാണാം. ഒരിക്കലും അത് പാടില്ല. പക്ഷെ ഒരു സംഖ്യ, വളരെ വലിയ സംഖ്യയ്ക്ക് തുളസി മുളച്ചു വരണമെങ്കിൽ നമ്മൾ 3 തുളസിയെ എടുത്ത് നമ്മുടെ മുൻഭാഗത്തൊരു ചെടിച്ചട്ടിയിലോ മാറ്റിയോ നട്ടാൽ മതി. ബാക്കിയുള്ളവനെ നമുക്ക് പിഴുതെടുത്ത് നമ്മുടെ അതിരുകളിലോ മറ്റോ നടാം. ഒരിക്കലും തുളസിയെ നശിപ്പിച്ച് കളയരുത് എന്നാണ് പറയുന്നത്. അത് നമ്മൾ കൃത്യമായി പറഞ്ഞ ധനലക്ഷ്മിയെ നശിപ്പിച്ച് കളയും പോലെ, ലക്ഷ്മി പ്രഭാവത്തെ നശിപ്പിച്ച് കളയുന്നത് പോലെ തന്നെയാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക.
മൂന്നാമത്തെ ചെടിയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഇതിന്റെ കീഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ്. 1 മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുക. കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതിയാകും. അതിനായിട്ട് ഈ ചാനൽ ഇതുവരെയ്ക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യുക. ഒപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. എങ്കിൽ മാത്രമായിരിക്കും പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ റെക്കമെൻഡേഷനും നോട്ടിഫിക്കേഷനും യൂട്യൂബ് നിങ്ങൾക്ക് അയച്ചു നൽകുകയുള്ളൂ. എങ്കിലല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കാൻ കഴിയൂ. മൂന്നാമത്തത് വിഷ്ണുക്രാന്തി എന്ന് പറയുന്ന ചെടിയാണ്. ദശപുഷ്പങ്ങളിൽ ഒന്നാണ് വിഷ്ണുക്രാന്തി. അങ്ങനെ എല്ലാ വീട് മുറ്റങ്ങളിലും അങ്ങനെ ഇത് മുളച്ച് വരുന്നതല്ല. മുളച്ച് വരികയാണെങ്കിൽ അത് വളരെ വലിയ ഫലത്തെയാണ് നൽകുന്നത്. കാര്യം വീട്ടിൽ മംഗളകരമായിട്ടുള്ള കുറെ അനുഭവങ്ങൾ വരാൻ പോകുന്നു, കുറെ അധികം മാറ്റങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടായി വരുന്നു. അങ്ങനെയൊക്കെയുള്ള സൂചനകളാണ് നൽകുന്നത്. ഇത് തനിയെ മുളച്ചു വന്നാൽ ഒരു കാരണവശാലും അത് ഈ ചെടിയാണെന്ന് തിരിച്ചറിയാൻ വലിച്ചു പിഴുത് ദൂരെ എറിഞ്ഞേക്കരുത്. കാര്യം വലിയൊരു ഭാഗ്യത്തെ നിങ്ങൾ പുറങ്കാൽ കൊണ്ട് തട്ടിക്കളയുന്ന ഒരു അനുഭവമായിരിക്കും ഇത്. കാര്യം വിഷ്ണുക്രാന്തിയുടെ പേര് തന്നെ വിഷ്ണുവിന്റെ കാൽപ്പാട് എന്നാണ് അർത്ഥമാകുന്നത്. അതായത് ഭഗവാൻ ആ കാൽപാദം കൊണ്ട് നമ്മുടെ മണ്ണിൽ സ്പർശിച്ചിരിക്കുന്നു എന്നൊരു സൂചനയാണ് ഇതിലൂടെ കിട്ടുന്നത്. ഇതിലപ്പുറം പുണ്യം വേറെ എന്താണ് ഉള്ളത്? ഇതിനെ മംഗല്യ പുഷ്പി എന്നും കൃഷ്ണക്രാന്തി എന്നും പല പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. കാര്യം അതിപവിത്രമായിട്ടുള്ളൊരു ചെടിയാണ് കേട്ടോ. ഇത് നമ്മളെ വീട്ടിൽ മുന്നിൽ തനിയെ മുളച്ച് വന്നില്ലെങ്കിലും നിങ്ങളൊരു ചെടിച്ചട്ടിയിലെങ്കിലും ഒരു വിഷ്ണുക്രാന്തി നട്ടുപിടിപ്പിക്കുന്നത് നിങ്ങളുടെ വീട്ടിലെ ഐശ്വര്യം വർദ്ധിച്ചു വരാൻ വളരെ നല്ലതാണ്. ഇനി ഒരുപക്ഷെ തനിയെ മുളച്ച് വരികയാണെങ്കിലോ ഒരു കാരണവശാലും അത് നിൽക്കുന്ന ഭാഗത്ത് നിന്ന് തന്നെ പിഴുത് മാറ്റണമെന്നാണ് പറയുന്നത്. നമുക്ക് അത് ചിലപ്പം ഒരു വല്ലാത്ത സ്ഥാനമാണെങ്കിൽ ചിലപ്പോൾ ഇറങ്ങുന്ന ഭാഗത്തോ എവിടെയെങ്കിലും ആണെങ്കിൽ അതിനെ ഒന്ന് തിരിച്ചു നിർത്തുക. അത് തനിയെ നശിച്ചു പോകണമെങ്കിൽ വേനൽക്കാലത്തോ മറ്റൊക്കെ നശിച്ചു പോകണമെങ്കിൽ പോയിക്കോട്ടെ. പക്ഷെ ഒരിക്കലും അത് തനിയെ മുളച്ചു വന്നു കഴിഞ്ഞാൽ അതിനെ നശിപ്പിക്കരുത്, ആ ഭാഗത്തുനിന്ന് മാറ്റരുത് എന്നൊക്കെ ഒരു സൂചന ഉണ്ട്. ഭഗവാന്റെ കാൽപാദം പതിഞ്ഞ സ്ഥാനം എന്നൊരർത്ഥം ഇതിന് കൽപ്പിക്കുന്നുണ്ട്. നമുക്ക് സ്വയമേവ അത് വീട്ടിലില്ലെങ്കിൽ കൊണ്ടുവന്നൊരു ചെടിച്ചട്ടിയിൽ നട്ടുപിടിപ്പിക്കുന്നത് വളരെ നന്നായിരിക്കും. വീട്ടിലെ ഗുണങ്ങൾ വർദ്ധിച്ചു വരാൻ വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട നാട്ടറിവുകളിൽ ഒന്നായിട്ടുള്ള 3 സസ്യങ്ങളെ കുറിച്ചാണ് ഞാൻ പ്രതിപാദിച്ചത്. ഇത് നിങ്ങളുടെ വീടിന്റെ പരിസരത്തിലോ മറ്റോ കാണുകയാണെങ്കിൽ അതിനെ കൃത്യമായ രീതിയിൽ സംരക്ഷിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഇതിന് കീഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെന്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചിരിക്കുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെന്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട്. ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത്. താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ്. ഇങ്ങനെ നോക്കിയാൽ മതിയാകും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ ഹരിചന്ദ്ര മഠം. നമസ്തേ.